വി ഡി സതീശനാണ് KPCC യോഗം ബഹിഷ്കരിച്ചതെങ്കിൽ ഇന്ന് കെ സുധാകരൻ UDFന്റെ ഉന്നതാധികാര സമിതി യോഗം ബഹിഷ്കരിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ അടിയുടെ പശ്ചാത്തലത്തിൽ നാളെ ചേരാനിരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗം മാറ്റിവെക്കുകയും ചെയ്തു. എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത്? നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. KPCC അധ്യക്ഷൻ കെ സുധാകരനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള തർക്കം കൂടുതൽ രൂക്ഷമാകുന്നുവെന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം KPCCയുടെ DCC അധ്യക്ഷന്മാരും ഒപ്പം തന്നെ KPCC ഭാരവാഹികളും പങ്കെടുക്കുന്ന യോഗത്തിൽ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ട് പോലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുത്തിരുന്നില്ല. ഇക്കാര്യത്തിൽ വലിയ അതിർത്തിയും പ്രതിഷേധവുമാണ് KPCC അധ്യക്ഷൻ കെ സുധാകരനുള്ളത്. ഇതിൻ്റെ ഭാഗമായി ഇന്ന് ചേർന്ന UDFന്റെ ഉന്നതാധികാര സമിതി യോഗത്തിൽ ഓൺലൈനായിട്ട് രാവിലെ 10 മണിക്കാണ് യോഗം ചേർന്നത്. ഈ യോഗത്തിൽ നിന്ന് കെ സുധാകരൻ വിട്ടുനിന്നു എന്നതാണ്. പരസ്പരമുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ രൂക്ഷമാകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണിത്. മാത്രമല്ല, നാളെ വിളിച്ചു ചേർക്കാൻ ഉദ്ദേശിച്ചിരുന്ന എല്ലാ നേതാക്കൾക്കും അറിയിപ്പ് നൽകിയിരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗം കൂടി കെ സുധാകരൻ മാറ്റിവെച്ചിട്ടുണ്ട്. കെ സുധാകരൻ ഈ യോഗം മാറ്റിവെച്ച ശേഷം കണ്ണൂരിലേക്ക് മടങ്ങുകയും ചെയ്തു. ഒരു തരത്തിലും ഒന്നിച്ച് നേതാക്കൾക്ക് ഇരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മാനസിക അകലത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. സംഘടനാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കെ സുധാകരനെ മാറ്റി സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന വി ഡി സതീശൻ്റെ ആവശ്യമാണ് ഇത്തരത്തിലുള്ള പ്രകോപനത്തിന് കാരണം. അതിനുശേഷം ഇത് സംബന്ധിച്ച ഇരു നേതാക്കൾ തമ്മിലുള്ള അകൽച്ച വർദ്ധിക്കുകയായിരുന്നു. ഈ കൂടുതൽ ഇക്കാര്യങ്ങളിൽ നേതാക്കൾ തമ്മിലുള്ള പടലപ്പടക്കം തുടരുന്നതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കം, ഒപ്പം തന്നെ സർക്കാരിനെതിരെ വിവിധ തരത്തിലുള്ള സമരപ്രഖ്യാപനം, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നു എന്ന് മുതിർന്ന നേതാക്കളും പറയുന്നുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. ഇക്കാര്യത്തിൽ രണ്ട് നേതാക്കളും, പ്രത്യേകിച്ച് കെ സുധാകരനും വി ഡി സതീശനും ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മുതിർന്ന നേതാക്കൾക്ക് അതിർത്തിയുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്.